അപ്സ് ആൻഡ് ഡൗൺസ് ചാനൽ സ്വാഗതം. ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് DPIIT രജിസ്ട്രേഷനെ കുറിച്ചാണ്. എന്താണ് DPIIT രജിസ്ട്രേഷൻ? DPIIT രജിസ്ട്രേഷൻ അഥവാ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ്. ഈ രജിസ്ട്രേഷൻ നമ്മുടെ സ്റ്റാർട്ടപ്പ് പദ്ധതിയുമായി ഭാഗമാണ്. DPIIT രജിസ്ട്രേഷൻ കൊണ്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിക്കുള്ള ഗുണം എന്തെല്ലാമാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതെങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എന്താണ് അതിൻ്റെ രജിസ്ട്രേഷനുള്ള യോഗ്യത, അത് എത്രമാത്രം ലളിതമാണോ അല്ലെങ്കിൽ കഠിനമാണ് തുടങ്ങിയതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്കറിയാം, സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ ഒരു തരംഗമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ തന്നെ കേരള മിഷൻ സ്റ്റാർട്ടപ്പിന് പ്രത്യേക സൗകര്യങ്ങൾ അതിന് നൽകുന്നുണ്ട്. പ്രത്യേക ഓഫീസുകളും കാര്യങ്ങളും എല്ലാം തിരുവനന്തപുരത്തും മറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ DPIIT രജിസ്ട്രേഷൻ എടുക്കുന്ന പുതിയ സംരംഭകർ, അതിൻ്റെ ആകെ മാനദണ്ഡം എന്ന് പറയുന്നത് അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾക്കും LLP കമ്പനികളും ആയിരിക്കണം. 10 വർഷത്തിന് ഉള്ളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. 100 കോടി രൂപയിൽ ടേൺ ഓവർ പാടില്ല എന്നുള്ളതുമാണ്. പക്ഷെ അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ, 10 വർഷത്തിൽ 3 വർഷം അവർ ക്യാപിറ്റൽ ഗെയിൻ അടക്കം ടാക്സിന് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു തരം ടാക്സും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കൂടാതെ പേറ്റൻറ്റിന് 80% ഫീസ് ഇളവ് അവർ നൽകിയാൽ മതി. അവർ ഫയലുകൾ പേറ്റൻറ്റിനുള്ള സ്പീഡ് ട്രാക്കിൽ അവർക്ക് നടത്തി കിട്ടുകയും ചെയ്യും. മാത്രമല്ല, ഇന്ത്യയിലും പുറത്തുമുള്ള സ്റ്റാർട്ടപ്പിൻ്റെ ഇവൻ മീറ്റിങ്ങുകളിൽ അവർക്ക് പങ്കെടുക്കാനുള്ള യോഗ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഫണ്ട് സംരംഭകരെയും ഫണ്ട് പ്രൊമോട്ടർമാരെയും അവർക്ക് കണ്ടെത്താൻ പറ്റും. കൂടാതെ ഇവിടെ തന്നെ ഒരു 5 കോടി വരെ ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ഒന്നുമില്ലാതെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ മിഷനും അനുസരിച്ചിട്ട് അതിൻ്റെ പദ്ധതിയുടെയും സംരംഭത്തിൻ്റെയും നൂതന ആശയങ്ങൾ വെച്ച് അവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫണ്ട് നീക്കിവെച്ചതുകൊണ്ട്, സെൻട്രൽ ഗവൺമെൻറ് നീക്കിവെച്ചതുകൊണ്ട് ഗ്രാൻറ്റുകൾ അവർക്ക് അനുവദിക്കപ്പെടും. ലക്ഷങ്ങൾ അവർക്ക് ഗ്രാൻഡായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ രജിസ്ട്രേഷൻ വളരെ സിമ്പിളാണ്. നിങ്ങളെ എന്താണ് പദ്ധതിയെക്കുറിച്ച് ഒരു ബ്രീഫ് കൊടുക്കണം. നിങ്ങളെ പദ്ധതിയുടെ എന്താണ് കാഴ്ചപ്പാടും പദ്ധതിയുടെ രൂപത്തെയും അതിൻ്റെ ലക്ഷ്യങ്ങളെയും കുറിച്ച് ഉള്ള ചെറിയൊരു ബ്രീഫ് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി LLPയോ പ്രൈവറ്റ് ലിമിറ്റോ കമ്പനി ആയിരിക്കണം. 10 വർഷത്തിൻ്റെ ഉള്ളിലായിരിക്കണം. പിന്നെ നിങ്ങളുടെ പാൻ കാർഡ് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളെ പാർട്ട്ണർമാരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പോർട്ടൽ തന്നെയുണ്ട്.
അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേടുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസ്യത 10 മടങ്ങ് കൂടുകയാണ്. സ്റ്റാർട്ടപ്പ് എന്നുള്ള പദ്ധതിയിൽ നിങ്ങളുടെ മുന്നോട്ട് പോകുന്നതിന് നിങ്ങളെ അംഗീകരിച്ചു എന്നുള്ളതിന് തെളിവാണ് ഈ സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ മറ്റൊരു വലിയ പ്രാധാന്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ടെൻഡറിൽ വേണമെങ്കിലും മുൻപരിചയമില്ലാതെ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഗവൺമെൻറ് ടെൻഡറുകളിലും പൊതുമേഖലാ ടെൻഡറുകളിലും ഏത് ടെൻഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് മുൻപരിചയം വേണ്ട എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ നമ്മളെ സ്റ്റാർട്ടപ്പിൽ വരുന്ന പുതിയ തലമുറക്കും അതുപോലെ തന്നെ പുതിയ സംരംഭകർക്കും വേണ്ടി അവരുടെ അറിവിലേക്കാണ് ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത്. കാരണം ഇതൊരു നല്ല നമ്മുടെ നല്ല സർട്ടിഫിക്കറ്റാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അംഗീകാരം കിട്ടി എന്ന് തന്നെയാണ് സ്റ്റാർട്ടപ്പ് പദ്ധതിയിൽ നമ്മളും പങ്കാളി ആണ് അല്ലെങ്കിൽ നമ്മളതിൽ അംഗമാണ് എന്നുള്ള ഒരു വ്യക്തമായ ഒരടയാളം കൂടിയാണ് രേഖപ്പെടുത്തുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു വിഷയമായി വീണ്ടും കാണാം. ഓക്കെ.